ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ കന്റോൺമെന്റ് ഹൗസിൽ ബി ഡി സതീഷിനെതിരെ SFI DYFI പ്രവർത്തകർ CPM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് മറുപ്രതിഷേധമായാണ് സമാനമായി തന്നെ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ ഒട്ടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ക്ലിഫ് ഹൗസിന് മുന്നിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സലീം മാലിക് ചേരും. സലീം, ഇന്നലെ എങ്ങനെയാണോ കന്റോൺമെന്റ് ഹൗസിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്, സമാനമായ രീതിയിൽ പോസ്റ്ററുകളും ബാനറുകളുമായി ക്ലിഫ് ഹൗസിലേക്ക് ഒരു മറു പ്രതിഷേധം നടത്തി. പക്ഷേ ഇവിടെ പോലീസ് തടയുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? പ്രവർത്തകർ അടങ്ങിയിട്ടുണ്ടോ? സുഹൈൽ, ഇന്നലെ കന്റോൺമെന്റ് ഹൗസിലേക്ക് SFI നടത്തിയ പ്രതിഷേധത്തിന് സമാനമായ ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു. പക്ഷേ അതും ഈ പ്രതിഷേധവും തമ്മിലുള്ള വ്യത്യാസം, പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോലീസ് കാവൽ ഉണ്ടായിരുന്നില്ല, ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല, പ്രവർത്തകരെ പോലീസ് തടഞ്ഞില്ല. എന്നാൽ ഇവിടെ ക്ലിഫ് ഹൗസിന് മുൻപിൽ നടത്തുന്ന സമരത്തിൽ പോലീസ് ഒരു ഈച്ചകറ കോട്ട ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ വെച്ച് പ്രതിഷേധത്തെ തടയുന്നുണ്ട്. പ്രയോഗം 2 തവണ നടന്നിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നേരത്തെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ബലാബലം എന്ന നിലയിൽ ബാരിക്കേഡ് തകർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് 2 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗം ഉൾപ്പെടെ നടത്തിയത്. അതിനിടയിൽ ഈ ബാരിക്കേഡ് കെട്ടിയിരിക്കുന്ന കയറുകൾ ആദ്യഘട്ടത്തിൽ ഒരു മതിലുമായി ചേർന്നിട്ട് ഒരു കയർ കെട്ടിയിരുന്നു. ആ കയർ കല്ലുപയോഗിച്ച് പ്രവർത്തകർ അറുത്തുമാറ്റി. പിന്നാലെ വീണ്ടും ബാക്കി കയറുകൾ കൂടി അറുത്തുമാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊരു ബലപ്രയോഗം ഇപ്പോഴും നടക്കുന്നുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ബലപ്രയോഗമാണ് നടത്തുന്നത്. CPM കോഴിഫാം എന്ന നിലയിലുള്ള ഒരു ഫ്ലക്സ് ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുണ്ട്. M മുകേഷ് MLA-യുടെയും P ശശിയുടെയും AK ശശീന്ദ്രന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ശ്രീരാമകൃഷ്ണന്റെയും ഗണേഷ് കുമാറിന്റെയും തോമസ് ഐസക്കിന്റെയും ചിത്രങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡിലും പോസ്റ്ററിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് ഇന്നലെ നടത്തിയതിന് സമാനമായ ഒരു പ്രതിഷേധമാണ്. അത് ഒരു മറുതന്ത്രം എന്ന നിലയിൽ കൂടിയാണ് കോൺഗ്രസ് ഈ പ്രതിഷേധത്തെ കാണുന്നത്. കാരണം നേരത്തെ തന്നെ സമാനമായുള്ള ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു CPM ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയുണ്ടായി. അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമാനമായ വിഷയങ്ങളിൽ CPIM എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം. അങ്ങനെ ഒരു ഫേസ് സേവിംഗ് മെക്കാനിസത്തിന്റെ കൂടി ഭാഗമായി കോൺഗ്രസ് തെരുവിലേക്ക് കൂടി ഇറങ്ങുകയാണ്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇതുമായി ഉയർന്നു വരുന്ന ചർച്ചകളൊക്കെ അവസാനിപ്പിക്കുക, ഇനി ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ട എന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ നിലപാട്. അതിനുശേഷമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തന്നെ അനുവാദത്തോടു കൂടി പ്രവർത്തകർ തെരുവിലിറങ്ങി സമരത്തിലേക്ക് കൂടി കടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമത്തിന് ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഈ ബാരിക്കേഡിന്റെ ഏറ്റവും അറ്റത്തെ വശത്ത് വെച്ച് അതുവഴി ക്ലിഫ് ഹൗസിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും പോലീസ് അത് തടയുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ട്, ചെറിയ തോതിൽ സംഘർഷമുണ്ട്. പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പലതവണ ചെറിയ ചെറിയ പ്രകോപനങ്ങൾ, ഈ കല്ലെറിയുന്നത് ഉൾപ്പെടെയുള്ള പോലീസിനെതിരെ കല്ലെറിയുന്നത് ഉൾപ്പെടെയുള്ള പ്രകോപനം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ 3ാം തവണയും പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം ഉണ്ടാകും എന്നതുകൂടിയാണ് കാണുന്നത്. ഈ പ്രവർത്തകർ കഴിഞ്ഞ സമയങ്ങളിലൊന്നും പിരിഞ്ഞാത്തതോടുകൂടിയാണ് ജലപീരങ്കി പ്രയോഗത്തിലേക്ക് പോലീസ് കടന്നത്. 3ാം തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഒരു മാർച്ച് എന്ന നിലയിലല്ല കോൺഗ്രസ് ഈ പ്രതിഷേധത്തെ ആലോചിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പോസ്റ്റർ പ്രതിഷേധം, ഇവിടെ പോസ്റ്റർ പതിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഇന്ന് രാവിലെയുള്ള ആലോചന. അതിന് പിന്നാലെയാണ് കുറച്ചുപേർ വന്ന് ഇവിടേക്ക് പോസ്റ്റർ പതിക്കുക എന്നുള്ളൊരു ആലോചന തുടങ്ങിയതിന് പിന്നാലെ നേതൃത്വം തന്നെ ഇടപെട്ടാണ് തെരുവിലേക്ക് ഇറങ്ങിക്കോളൂ എന്നൊരു നിർദ്ദേശം കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് നൽകിയത്. അതിന് പിന്നാലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ ഉൾപ്പെടുത്തി ഒരു സംയുക്ത സമരം എന്ന നിലയിലേക്ക്, ഒരു മാർച്ച് എന്ന നിലയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പോലീസ് വാഹനത്തിന് നേരെ തിരികെ കല്ലേറുണ്ടാകുന്നുണ്ട്. ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതുൾപ്പെടെ സംശയമാണ്. കാരണം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിരോധം ഇപ്പോഴുമുണ്ട്. ചില നേതാക്കൾ ഈ പ്രവർത്തകരെ തിരികെ വിളിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ വഴങ്ങുന്നില്ല. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അക്കൂട്ടത്തിലുണ്ട്. അവർ ഈ ബാരിക്കേഡിന് മുകളിലൂടെ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു FIR പോലും എടുക്കാതെ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. അതിന് പിന്നാലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ബാരിക്കേഡ് തിരികെ ചില പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് പിടിച്ചു വാങ്ങി. പ്രവർത്തകരിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ ബാരിക്കേഡ് തിരികെ വാങ്ങിയതിനു ശേഷം ആ ഷീൽഡ് തിരികെ പോലീസിന് തന്നെ ഇട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ സമരം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നേതാക്കൾ ഇപ്പോൾ ഈ സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ചില നിർദ്ദേശം നൽകുന്നുണ്ട്. ചില പ്രവർത്തകർ ഇപ്പോഴും രോക്ഷാകുലരാണ്. അവരെ നിയന്ത്രിക്കാൻ മറ്റു ചിലർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു വലിയ പ്രതിഷേധം എന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ മാറുകയാണ്. ഒരു പോസ്റ്റ് റോട്ടിക്കൽ പ്രതിഷേധം എന്ന നിലയിൽ നിന്നും അതൊരു വലിയ മാർച്ചിലേക്കും അത് ഒരു ചെറിയ സംഘർഷത്തിന്റെ സാധ്യതയിലേക്കും ഒക്കെ പോകുന്നതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. 3 തവണയാണ് ഇതുവരെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇന്നലെ സമാനമായൊരു പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും അവിടെ പോലീസിന്റെയോ ജലപീരങ്കിയുടെയോ ബാരിക്കേഡിന്റെയോ ഒന്നും സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യഘട്ടത്തിൽ ഇന്നലെ തന്നെ കമ്മീഷണറോട് ഇക്കാര്യത്തിൽ അമർഷം രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ DGPക്ക് ഇപ്പോൾ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിന്ന് ഓഫീസിൽ നിന്ന് പരാതിയും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യം ഉള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കൂടി കടന്നത്. ഇപ്പോൾ ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോലീസും പ്രവർത്തകനും തമ്മിൽ നേർക്കുനേർ എന്നൊരു രീതിയിലേക്ക് നിലവിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതേസമയം പ്രവർത്തകരെ നിയന്ത്രിക്കാനും തിരികെ വിളിക്കാനും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ നേമം ഷജീർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഈ പ്രവർത്തകരെ തിരികെ വിളിക്കുന്നുണ്ട് നേതാക്കൾ. ഈ പ്രവർത്തകർ അതിന് ഇപ്പോൾ വഴങ്ങുകയാണ്. ഈ പ്രവർത്തകർ മുദ്രാവാക്യവുമായി ഇവിടെ നിന്നും മടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതെ, ഇപ്പോൾ ആ സമരം കഴിഞ്ഞ ഒരു അരമണിക്കൂർ നേരമെടുത്ത സമരം അവസാനിപ്പിച്ച് പ്രവർത്തകർ തിരികെ മടങ്ങുകയാണ്. എന്തായാലും ഇതൊരു പ്രതിരോധത്തിന്റെ തുടക്കം കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ ഒരാഴ്ചയോളമായി പ്രതിസന്ധിയിലായിരുന്ന, തെരുവിലേക്ക് ഇറങ്ങാൻ കഴിയാതിരുന്ന യൂത്ത് കോൺഗ്രസിന് വീണ്ടും ഈ സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ തെരുവിലേക്ക് ഇറങ്ങാനുള്ള ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു സമരങ്ങളിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായും എല്ലാ ജില്ലകളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെ പ്രതിരോധത്തിന് മറുപ്രതിരോധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഈ CPM-ന്റെയും BJP-യുടെയും പ്രതിഷേധം തുടരുന്നതിനിടെ യൂത്ത് കോൺഗ്രസിന്റെയും കൂടി പ്രതിഷേധം ഉണ്ടാകും. അങ്ങനെ ഒരേ സമയം എല്ലാ പാർട്ടികളും തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു അപൂർവ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സ്ഥിതി നിലവിലുണ്ടെന്നാലും നേതൃത്വത്തിന്റെ അനുവാദമാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സമരം നടത്തുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം അതിൽ നിലപാടുകൾ സ്വീകരിക്കാറില്ല. പക്ഷേ ഇന്ന് ഇത്തരത്തിലൊരു സമരം നടത്തിക്കോളൂ എന്നൊരു അനുവാദം കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടന്നത്. എന്തായാലും ആ സമരം അവസാനിപ്പിച്ചപ്പോൾ പ്രവർത്തകർ തിരികെ മുദ്രാവാക്യവുമായി മടങ്ങുകയാണ്. ഇവിടെ ക്ലിഫ് ഹൗസിന്റെ മുൻപിൽ ക്ലിഫ് ഹൗസിലേക്ക് വഴികാട്ടി വെച്ചിരിക്കുന്ന സൂചനാ ബോർഡിലൊക്കെ കോഴി ഫാം എന്ന നിലയിലുള്ള ബോർഡ്, പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഉയർത്തിയതിനു ശേഷമാണ് ഈ സമരം അവസാനിപ്പിച്ച് ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.